ദൈവത്തിനു മഹത്വം. യേശുക്രിസ്തുവിന്റെ വീണ്ടും വരവും പ്രവചന പഠനമെന്ന 98ാമത്തെ ക്ലാസ്സിലേക്ക് ഏവരെയും പ്രാർത്ഥനയോടെ ക്ഷണിച്ചുകൊള്ളുന്നു. കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിന്റെ നമ്പർ 98 വരികയും 97ാമത്തെ ക്ലാസ് ആണ് കഴിഞ്ഞ ദിവസം വന്നത്. അത് എഡിറ്റിങ്ങിൽ വന്നതായ ഒരു പിഴവാണ്. എല്ലാവരും സഹകരിക്കുക. ഇന്ന് 98ാമത്തെ ക്ലാസ്സിലേക്ക് ഏവരെയും ക്ഷണിച്ചുകൊള്ളുന്നു. ഇന്ന് സഭ, ക്രിസ്തുവിന്റെ സഭ കൂടി വരുമ്പോൾ ഉണ്ടാകേണ്ടതായ വചനത്തിന്റെ പ്രാധാന്യതയാണ് പ്രസ്താവിപ്പാൻ താല്പര്യപ്പെടുന്നത്. 1 കൊരിന്ത്യർ 14-ാം അധ്യായം 26-ാമത്തെ വാക്യത്തിൽ പൗലോസ് അപ്പസ്തോലൻ ദൈവമക്കളുടെ ആരാധനയുടെ ഒരു ക്രമം നന്നായിട്ട് അവിടെ പറയുന്നു. ഈ നിലവാരത്തിലായിരിക്കണം നിങ്ങൾ കൂടി വരുമ്പോൾ ഉണ്ടാകേണ്ട കാര്യങ്ങൾ. ഓരോരുത്തന് സങ്കീർത്തനമുണ്ട് എന്ന് പറഞ്ഞാൽ 150 സങ്കീർത്തനത്തിന്റെ കാര്യമേ അല്ല, നമ്മുടെ ഹൃദയത്തിൽ നിന്നും പൊന്തി വരുന്ന ആത്മാവിലുള്ള ആരാധന. അതാണ് ഏറ്റവും പ്രധാനമായിരിക്കുന്നത്. നമ്മുടെ ഹൃദയത്തിലെ സന്തോഷം പുറത്തു വിട്ട് ആത്മാവിൽ ആരാധിക്കുക. അടുത്തത് പറഞ്ഞിരിക്കുന്നത് ഉപദേശം. ദൈവമക്കൾ കൂടി വരുന്ന ഏത് സന്ദർഭങ്ങളിലും വചനത്തിന്റെ ഉപദേശം ഉണ്ടായിരിക്കണം. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 42-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഉപദേശം കേട്ടു. അതാണ് ഉപദേശത്തിന് പ്രാധാന്യമുണ്ട്. വെളിപ്പാടുണ്ട്. പാവി ആരാധനയ്ക്ക് വരുമ്പോൾ അവന്റെ പാപങ്ങളെ വെളിപ്പെടുത്തുന്ന കാലം ഉണ്ടായിരുന്നു. പണ്ടത്തെ കാലം. പണ്ടത്തെ കാലം എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും കാലം എന്നാണ്. നമ്മുടെ കേരളത്തിൽ പെന്തക്കോസ്തിന്റെ പ്രാരംഭ കാലയളവിലെ കാലത്തെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ഞാൻ 1974 സ്നാനപ്പെടുന്നത്. ആ കാലയളവിലും ഏതെങ്കിലും പാവികൾ കടന്നു വന്നാൽ അവർ ജീവിതത്തിലെ കുറവുകൾ വെളിപ്പെടുത്തുകയും അവരെ തുടർന്ന് ആരാധനയ്ക്ക് വരികയും സ്നാനപ്പെട്ടത് എൻ്റെ ഓർമ്മയിൽ ഇന്നും ഉണ്ട്. അടുത്തു പറഞ്ഞ പൗലോസ് അന്യഭാഷയുണ്ട്. നമ്മുടെ ലോക്കൽ സഭയിൽ എത്ര പേർ അന്യഭാഷ പറയുന്നു? നമുക്ക് അവർ അന്യഭാഷ പറയുവാൻ, ആത്മാവിൽ ആരാധിക്കുവാൻ പരിശുദ്ധാത്മ സ്നാനം അവരുണ്ടാകാൻ തക്കവണ്ണം നമ്മൾ തീർച്ചയായിട്ടും അതിനുവേണ്ടി പ്രവർത്തിച്ചേ പറ്റുള്ളൂ. അതിനുവേണ്ടി അവരെ ഉത്സാഹിപ്പിക്കണം. നമ്മുടെ ആരാധനയുടെ ഒരു പ്രധാന ഭാഗമാണ് അന്യഭാഷയിൽ ആത്മാവിൽ ഒരുമിച്ച് പാടുക. അനേക സഭകൾ ഇന്നും ഉണ്ട്, പക്ഷേ അത് ചുരുക്കം സഭകളിൽ മാത്രമേ ഇന്ന് നടക്കുന്നുള്ളൂ. നമ്മുടെ ആരാധനയിൽ സമയങ്ങളെടുത്ത് അന്യഭാഷയിൽ ആത്മാവിൽ ആരാധിക്കത്തക്കവണ്ണം അവസ്ഥ വന്നാൽ സഭയ്ക്ക് വലിയ വളർച്ചയായിരിക്കും, സഭയ്ക്ക് വലിയ അനുഗ്രഹമായിരിക്കും. അങ്ങനെയുള്ള ആരാധന കൂട്ടങ്ങളിൽ ഒരു പ്രശ്നങ്ങളും ഉണ്ടാകാൻ സാധ്യതയില്ല. അതുകൊണ്ട് ഈ കാലയളവിൽ ആത്മാവിലുള്ള ആരാധനയ്ക്ക് നമ്മൾ അധികം അവസരങ്ങൾ കൊടുക്കണം. നമ്മുടെ സഭ ആരാധനയിൽ
യേശുക്രിസ്തുവിന്റെ ശ്രേഷ്ഠതയെ വെളിപ്പെടുത്തണം. സഭയുടെ ഉടമസ്ഥൻ യേശുക്രിസ്തുവാണ്. സഭയിൽ വ്യക്തികൾക്ക് അമിതമായ പ്രാധാന്യം കഴിവിന്റെ പരമാവധി കൊടുക്കാതിരിക്കുക, അത് തെറ്റാണ്. നമുക്ക് പ്രാധാന്യം കൊടുക്കേണ്ടത് യേശുക്രിസ്തുവിനായിരിക്കണം. ഈ സഭയിൽ വ്യക്തികൾക്ക് അവർക്ക് പ്രാധാന്യം ലഭിക്കാൻ വേണ്ടി ആഗ്രഹിച്ചു വരുന്നവരുണ്ട്. നമ്മുടെ കർത്താവിനു മാത്രം പ്രാധാന്യം കൊടുത്താൽ ഏറ്റവും നന്നായിരിക്കും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ സഭയിൽ ആത്മാവിൽ ആരാധനയ്ക്ക് നല്ലതുപോലെ സമയമെടുക്കണം. ആത്മാവിലുള്ള ആരാധന അല്പം പോലും കുറയ്ക്കാതെ വളരെ ആ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ സഭയിൽ സാക്ഷ്യമുണ്ട്, നല്ല കാര്യമാണ്. അവനവന് ദൈവം ചെയ്തത് മാത്രമേ പറയുവാൻ സഭയിൽ അനുവദിക്കാവൂ. അവനും അവന്റെ കുടുംബത്തിനും ദൈവം ചെയ്തിരിക്കുന്ന ദൈവ അനുഗ്രഹങ്ങൾ, അത്ഭുത സൗഖ്യങ്ങളെ, ദൈവത്തിന്റെ പ്രവർത്തനങ്ങൾ പറയുവാനുള്ള വേദികളായിരിക്കണം. അതില്ല എങ്കിൽ അവർ മൗനമായിരിക്കുകയാണ് ഏറ്റവും പ്രധാനമായ കാര്യം. ഒരാളുടെ സാക്ഷി മറ്റുള്ളവനെ മുറിവേൽപ്പിക്കുന്നതോ മറ്റൊരു വ്യക്തി ജീവിതത്തെ അപമാനിക്കുന്ന വാക്കുകളോ അവിടെയുള്ള ജനങ്ങളെ ഉപദ്രവിക്കുന്ന വാക്കുകളോ അത് സാക്ഷ്യമല്ല. അങ്ങനെയുള്ളതിന് ഒരിക്കലും പ്രോത്സാഹനം കൊടുക്കരുത്. അങ്ങനെയാകുമ്പോഴാണ് സഭയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അവനവന്റെ സാക്ഷ്യമല്ലാതെ വേറെ ആരും സ്പർശിക്കുന്ന ഒറ്റ വാക്ക് സഭയിൽ പറയുവാൻ അനുവദിക്കരുത്. നമ്മൾ ലോകത്തിലാണ് ജീവിക്കുന്നത്. ലോകത്ത് ജീവിക്കുമ്പോൾ അതിൻ്റെതായ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മളെ അഭിമുഖീകരിക്കും. ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. ചിലപ്പോൾ നമ്മൾ കടഭാരമായിരിക്കാം, ചിലപ്പോൾ നമുക്ക് ഒരുപാട് വേദനകളായിരിക്കാം, രോഗമായിരിക്കാം. എന്നാൽ നമ്മുടെ ആരാധനയിൽ സത്യസന്ധമായി ആരാധിച്ച് ഒരുമിച്ച് നമ്മൾ ആരാധിച്ച് കഴിയുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു ശാന്തത വരുവാനായിട്ട് ഇടയായിത്തീരും. ഈ കാലയളവിൽ നമ്മുടെ ആരാധന പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യ സഭയെ പഠിപ്പിച്ചതുപോലെ ആ നിലവാരത്തുള്ള ആരാധന തുടങ്ങിയാൽ തീർച്ചയായിട്ടും നമ്മുടെ കേരളക്കരയിലുള്ള ദൈവസഭ വളരും, അനുഗ്രഹം പ്രാപിക്കും. നമ്മുടെ ആരാധനയിൽ വച്ചിരിക്കുന്ന ടൈം ടേബിൾക്ക് മാറ്റം വരണം. നമ്മുടെ ആരാധനയിൽ അതിന്റെ വ്യവസ്ഥകൾക്ക് ഒത്തിരി മാറ്റം വരുത്തി ദൈവ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നാം ആരാധിച്ചാൽ നമ്മുടെ സഭ അനുഗ്രഹിക്കപ്പെടും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം ദൈവവചനത്തിലൂടെ ഞാൻ നിങ്ങളെ ഒന്ന് പഠിപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നാം അങ്ങനെ ചെയ്താൽ അനുഗ്രഹം പ്രാപിക്കും. ഞാനെന്നും പ്രാർത്ഥിക്കുന്ന ഒരു വിഷയമാണ്. ഭാരതം ഒരു വലിയ ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവൻ വർഷങ്ങളായി. നിങ്ങളും അതിൽ അംഗമാകൂ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് മഹത്വം.